കേരളത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും പ്രവർത്തിക്കുന്ന മസാജ് സ്പാകളുടെ മറവിൽ നടക്കുന്ന ക്രിമിനൽ പ്രവർത്തനങ്ങൾ നിരവധിയാണ്. സമീപകാലത്തുണ്ടായ സംഭവങ്ങൾ തന്നെ ഇതിന് ഉദാഹരണവുമാണ്. എന്നാൽ കേരളത്തിൽ ഒരു മസാജ് സ്പാ പ്രവർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ അത് പ്രവർത്തിക്കാൻ സാധിപ്പിക്കും എന്നതാണ് ഇപ്പോഴത്തെ വസ്തുത. ഇത്തരം സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുന്നതിന് കൃത്യമായ മാർഗരേഖകൾ ഇല്ല എന്നതാണ് ഇവർക്ക് ഗുണകരമാകുന്നത്. വിനോദസഞ്ചാര മേഖലയിലും അല്ലാതെയും കേരളത്തിൽ നിരവധി സ്പാകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൽ ഹെയർ സ്പാ പോലെയുള്ള സ്ഥാപനങ്ങൾക്ക് ഹെൽത്ത് കാർഡ് നിർബന്ധമാണ്. ബോഡി മസാജ് സേവനം നൽകുന്ന സ്ഥാപനത്തിലെ ജീവനക്കാർക്ക് അംഗീകൃത തെറാപ്പി സർട്ടിഫിക്കറ്റ് നിർബന്ധമായും ഉണ്ടായിരിക്കണം. പക്ഷേ വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ച് ഈ മേഖലയിൽ നിരവധി പേർ ജോലി ചെയ്യുന്നുമുണ്ട്. ഏതൊരു വ്യാപാര സ്ഥാപനം ആരംഭിക്കുമ്പോഴും ഉണ്ടായിരിക്കേണ്ട ട്രേഡ് ലൈസൻസ് അല്ലെങ്കിൽ IFTE&OS ലൈസൻസ് നിർബന്ധമാണ്. ആയുർവേദിക് അല്ലെങ്കിൽ തെറാപ്യൂട്ടിക് മസാജ് കിടത്തി ചികിത്സ നടത്തുന്ന സ്ഥാപനമാണെങ്കിൽ ഡോക്ടറുടെ സേവനം നിർബന്ധമായും ഉണ്ടായിരിക്കണം. സ്ഥാപനത്തിൻ്റെ വലിപ്പമനുസരിച്ച് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ്, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എന്നിവ ഉണ്ടായിരിക്കണം. ഇതിനൊപ്പം വാടക കെട്ടിടമാണെങ്കിൽ കെട്ടിട ഉടമയുടെ സമ്മതപത്രവും ഉണ്ടായിരിക്കണം. വ്യാപാര സൗഹൃദ അന്തരീക്ഷം നിലനിർത്തുന്നതിനാൽ ഇത്തരം സ്ഥാപനങ്ങൾ ഇപ്പോൾ എളുപ്പം ആരംഭിക്കാൻ കഴിയും. എന്നാൽ ഇവയെ നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നിയമനിർമ്മാണം ആവശ്യവുമാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. തിരുവല്ലയിലുണ്ടായ സംഭവത്തിന് ശേഷം ഈ സ്പാകളുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് വലിയ തോതിൽ ഉള്ള ആശങ്കകൾ ഉണ്ടാകുന്നുണ്ട്, പരാതികൾ ഉയരുന്നുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ തന്നെ പല സ്പാകളും പരിശോധനയ്ക്ക് വിധേയമാക്കി. തിരുവനന്തപുരത്ത് മാത്രവുമല്ല, ഈ ടൂറിസം കേന്ദ്രങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് നിരവധി സ്പാകൾ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പല സ്പാകളും അനധികൃതമായി പ്രവർത്തിക്കുമ്പോൾ യഥാർത്ഥത്തിൽ വളരെ കൃത്യതയോടെ വ്യക്തതയോടെ പ്രവർത്തിക്കുന്ന സ്പാകൾക്ക് അത് തിരിച്ചടിയാകുന്ന സാഹചര്യം കൂടിയാണ് ഉണ്ടാകുന്നത്. മാറുന്ന ജീവിത സാഹചര്യത്തിൽ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആരോഗ്യ സംരക്ഷണത്തിന് കൂടുതൽ സമയം കണ്ടെത്താൻ പറ്റാതെ പോകുന്നു എന്നുള്ളതാണ്. അവിടെയാണ് ഈ സ്പാകളുടെ പ്രവർത്തനം അവർക്ക് കൂടുതൽ സൗകര്യപ്രദം ആകുന്നത്. അതായത് ചുരുങ്ങിയ സമയം കൊണ്ട് കൂടുതൽ സേവനങ്ങൾ പലയിടത്ത് ലഭിക്കുന്നു. ഇപ്പോൾ കേരളത്തിൽ ഉടനീളം നമുക്ക് പല ഇടങ്ങളിലും ഈ സ്പാ ബോർഡുകൾ കാണാം, വെൽനസ് സെൻ്ററുകൾ എന്ന നിലയിലൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അത്തരം സ്പാകൾ നിയമാനുസൃതമായാണ് പ്രവർത്തിക്കുന്നത് എന്ന് അവിടേക്ക് പോകുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ വിവരങ്ങൾ നിർണായകമാകുന്നത്. അതായത് സ്പാകളുടെ പ്രവർത്തനത്തിന് വലിയ തോതിൽ ഉള്ള നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ കർശനമായ നിർദ്ദേശങ്ങൾ ഇല്ല എന്നതിനെയാണ് മറ്റു പ്രവൃത്തികൾക്ക് വേണ്ടി ഇതിന് ദുരുപയോഗം ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതായി കണ്ടെത്താൻ സാധിക്കാറുണ്ട്. ലൈംഗിക തൊഴിലാളികൾ സ്പാകളെ മറയാക്കിക്കൊണ്ട് ലൈംഗിക പ്രവൃത്തിയിൽ ഏർപ്പെടുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് എങ്കിലും യഥാർത്ഥത്തിൽ സ്പാകൾ പ്രവർത്തിക്കുന്നതിന് എന്തൊക്കെയാണ് ആവശ്യം എന്നതാണ്, ആ രേഖകൾ എന്തൊക്കെ എന്നതാണ് നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. അതിൽ ഹെയർ സ്പാകൾ പ്രവർത്തിക്കണമെങ്കിൽ ഹെൽത്ത് കാർഡ് നിർബന്ധമായും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതോടൊപ്പം തന്നെ മസാജ് സ്പാകൾ ആണ് പ്രവർത്തിക്കുന്നത് എങ്കിൽ ജീവനക്കാർക്ക് അംഗീകൃത തെറാപ്പി സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് എന്നതാണ്. പലയിടങ്ങളിലും ഇത്തരത്തിൽ എങ്ങനെയാണ് മസാജ് ചെയ്യേണ്ടത് എന്നതൊന്നും അറിയാതെ അതിന് ശാസ്ത്രീയമായ അറിവ് നേടാതെ ഉള്ള ആളുകളാണ് ജീവനക്കാർ ആയി എത്തുന്നത്. അവിടെ യഥാർത്ഥ ആരോഗ്യ പരിചരണത്തിനായി ആരെങ്കിലും പോവുകയാണ് എങ്കിൽ അത് കൂടുതൽ അപകടകരമാകുന്ന സാഹചര്യമാണ് സൃഷ്ടിക്കുക. അതുകൊണ്ട് തന്നെയാണ് അംഗീകൃത തെറാപ്പി സർട്ടിഫിക്കറ്റ് നിർബന്ധം എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ നടക്കുന്ന പശ്ചാത്തലമുണ്ട്. സ്പാകളെ അടക്കം മസാജ് സെൻ്ററുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഫിസിയോതെറാപ്പി കേന്ദ്രങ്ങൾ അടക്കമുണ്ട്. അവിടെ പോലും ഈ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഇത് ശാസ്ത്രീയമായി പഠിക്കാത്ത ആളുകളൊക്കെയാണ് ജീവനക്കാരായി വരുന്നത് എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതോടൊപ്പം തന്നെ കിടത്തി ചികിത്സ നൽകുന്ന സ്പാ കേന്ദ്രങ്ങളും ഉണ്ട്. ദിവസങ്ങളോളം അവിടെ തന്നെ താമസിച്ച് അവിടെ തന്നെ ഭക്ഷണം കഴിച്ച് ഇത്തരം ട്രീറ്റ്മെൻറ്റുകൾ ആണ് നടക്കുന്നത്. ഇങ്ങനെയുള്ള സ്പാകളിൽ കൃത്യമായും ഡോക്ടറുടെ സേവനം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നിബന്ധന. ഡോക്ടർ കൃത്യമായി ഓരോ ദിവസവും ഇവരെ പരിശോധിക്കും. അവരുടെ ആരോഗ്യത്തിൽ വരുന്ന മാറ്റങ്ങളൊക്കെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും ചെയ്ത് ഒരു ഹോസ്പിറ്റൽ എങ്ങനെ പ്രവർത്തിക്കുന്നു അതുപോലെ തന്നെയാണ് യഥാർത്ഥത്തിൽ പ്രവർത്തിക്കേണ്ടത് എന്നതാണ്. ഒപ്പം മറ്റു വ്യാപാര സ്ഥാപനങ്ങൾക്കൊക്കെ ബാധകമാകുന്ന തരത്തിലുള്ള ചില സർട്ടിഫിക്കറ്റുകൾ കൂടി ഈ സ്പാകൾക്ക് ആവശ്യമാണ്. അതിലൊന്ന് ട്രേഡ് സർട്ടിഫിക്കറ്റാണ്, മറ്റൊന്ന് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റാണ്, അതോടൊപ്പം തന്നെ പോലീസിൻ്റെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്. ഇത് സ്പാകൾക്ക് മാത്രമല്ല മറ്റ് സ്ഥാപനങ്ങൾ നടത്തുന്നവർക്കുമൊക്കെ നിർബന്ധമായും ഉണ്ടാകേണ്ട ഒന്നാണ്. പ്രത്യേകിച്ച് ഈ ടൂറിസം മേഖലയുമൊക്കെയായി ബന്ധപ്പെട്ടാണ് സ്പാകൾ പ്രവർത്തിക്കുന്നത്. വിദേശികളും പുറത്തു നിന്നുള്ളവരുമൊക്കെ ഇവിടേക്ക് എത്തുന്ന സാഹചര്യമുണ്ട്. കേരളത്തിൻ്റെ ടൂറിസവുമായി ബന്ധപ്പെട്ട ആയുർവേദ ചികിത്സ എന്നതൊക്കെ ലോകത്ത് തന്നെ ഏറെ
വയ്ക്കപ്പെടുന്ന ഒന്നാണ്. അവിടെയാണ് ഈ വ്യാജന്മാർ കടന്നു കയറുകയും ചെയ്യുന്നത്. ഇതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് വാടകയ്ക്ക് ആണ് പലപ്പോഴും ഇത്തരം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതിനൊരു കെട്ടിട ഉടമ ഉണ്ടാകും എന്നുള്ളതാണ്. ഈ കെട്ടിട ഉടമയുടെ സമ്മതപത്രം വളരെ കൃത്യമായി ഉണ്ടായിരിക്കണം. പലപ്പോഴും സംഭവിക്കുന്നത് കെട്ടിട ഉടമയോട് മറ്റു പല ആവശ്യങ്ങൾക്ക് എന്ന നിലയിലൊക്കെ പറഞ്ഞുകൊണ്ട് ആയിരിക്കാം ഈ മുറി വാടകയ്ക്ക് എടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതിനുശേഷം കെട്ടിട ഉടമ പോലും അറിയാതെ ആയിരിക്കാം ഇത്തരത്തിൽ പല പ്രവൃത്തികളും നടക്കുന്നത് എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സ്പാകളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഇത്തരം രേഖകൾ ആവശ്യമാണ് എന്ന് പറയുന്നത്. അപ്പോൾ പോലും പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത് ഈ മസാജ് സ്പാകൾ കേന്ദ്രീകരിച്ച് അനാശാസ പ്രവർത്തനങ്ങളും ലഹരി ഇടപാടുകളും ഒക്കെ വ്യാപകമാകുമ്പോൾ ഈ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുന്നതിന് കൃത്യമായൊരു നിയമ സംവിധാനം നമ്മുടെ സംസ്ഥാനത്തില്ല എന്നതാണ്. ക്രോസ് മസാജ് അനുവദിക്കില്ല എന്ന് തിരുവനന്തപുരം മേയർ വി രാജേഷ് പറഞ്ഞതിന് ശേഷം സമൂഹ മാധ്യമങ്ങളിലടക്കം ഇത് വലിയ ചർച്ചയായൊരു പശ്ചാത്തലം ഉണ്ട്. അതെങ്ങനെയാണ് അനുവദിക്കാതിരിക്കാൻ സാധിക്കുക? അതിനൊരു നിയമമുണ്ടോ എന്ന ചോദ്യമൊക്കെ ഉയർന്നിരുന്നു. എന്നാൽ ഇതിന് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നിലനിൽക്കുന്നില്ല എന്നാണ് നമ്മൾ നടത്തിയ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചത്. വളരെ എളുപ്പത്തിൽ തന്നെ ആരംഭിക്കാവുന്ന ഇത്തരം സ്ഥാപനങ്ങളിൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് അധികൃതരുടെ ഇടപെടൽ ഉണ്ടാകുന്നത് എന്നതും എടുത്തു പറയേണ്ടതാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ ലൈസൻസ് ഇഷ്യൂ ചെയ്തിട്ടുള്ള എല്ലാ സ്പാകളിലും ഞങ്ങൾ പരിശോധന നടത്തും. കോർപ്പറേഷനും പോലീസും സംയുക്തമായി ചില ഇടപെടലുകൾ ഈ മേഖലയിൽ നടത്തുവാൻ വേണ്ടി ആലോചിക്കുന്നുണ്ട്. ഒരു കാര്യം തീർത്തും പറഞ്ഞിരിക്കുകയാണ്, ഇത്തരം ലൈസൻസിൻ്റെ മറവിൽ അനാശാസ്യ പ്രവർത്തനങ്ങളും അനധികൃത പ്രവർത്തനങ്ങളും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും നടത്തുവാനെന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലുള്ള ഒരു ഉടമസ്ഥരും വിചാരിക്കേണ്ട ശക്തമായ നടപടികൾ സ്വീകരിക്കും. തിരുവല്ലയിൽ സ്പാ ജീവനക്കാരിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയ സംഭവത്തെ തുടർന്നും അതിനൊപ്പം തന്നെ തിരുവനന്തപുരം നഗരത്തിലെ ഒരു സ്പായിലെത്തിയ അഭിമുഖത്തിനെത്തിയ ഒരു യുവതിക്ക് ഉണ്ടായ ദുരനുഭവത്തിൻ്റെയും അടിസ്ഥാനത്തിലായിരുന്നു ഈ മേയർ വി രാജേഷ് ഇങ്ങനൊരു പ്രസ്താവന ഇറക്കിയത്. പക്ഷേ ഇതിന് എത്രത്തോളം നിയമത്തിൻ്റെ പിന്തുണയുണ്ട് എന്നത് ചോദ്യമാണ്. കാരണം ഈ ഒരു പണം ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള അനാശാസ്യ പ്രവർത്തനങ്ങൾ നടത്തുക എന്നതിനപ്പുറത്തേക്ക് ഈ സ്പായ്ക്ക് കൃത്യമായ ഒരു മാർഗരേഖയോ നിയമനിർമ്മാണമോ, അതായത് എത്തരത്തിൽ പ്രവർത്തിക്കണം, അതിനെന്തൊക്കെ മാനദണ്ഡങ്ങൾ ഉണ്ടാകണമെന്നൊരു നിയമ സംവിധാനം കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ് പ്രധാന വസ്തുത. ശരിക്കും ഒരു സ്പാ സെൻറ്റർ അല്ല എന്നുണ്ടെങ്കിൽ ഒരു മസാജ് സെൻറ്റർ ഇത് നടത്തുന്നതിന് ഡിഫൈൻഡ് ലോ തിരിച്ച് ഇപ്പോൾ കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. കേരളത്തിലല്ല, ഇന്ത്യയിൽ തന്നെ ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. കാരണം സ്പാ സെൻറ്റേഴ്സ് കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെ, അല്ലെങ്കിൽ മസാജ് സെൻറ്റേഴ്സ് എങ്ങനെ ഏത് നിയമത്തിൻ്റെ കീഴിൽ കൊണ്ടുവരണം എന്നുള്ളൊരു ഡെഫിനിഷൻ അല്ലെങ്കിൽ ഡിഫൈൻഡ് പ്രപ്പോസ്ഡ് ലോ ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് തന്നെ മേയർ സൂചിപ്പിച്ചതുപോലെ ഒരു ക്രോസ് മസാജ് അല്ല എന്നുണ്ടെങ്കിൽ മെയിൽ മസാജ്, അതിൻ്റെ ലയബിലിറ്റി അല്ലെങ്കിൽ അത് എത്തരത്തിൽ കൈകാര്യം ചെയ്യണം എന്നുള്ളത് നമുക്ക് ആസ് സച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു കേസായിട്ടോ മറ്റു നടപടിയിലേക്ക് പോകാൻ പറ്റില്ല. ഇതിനൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ ഒരു തിരുവല്ലയിലെ അനിഷ്ട സംഭവമായിക്കോട്ടെ, പരാതി ഉയർന്ന നഗരസഭയിലെ ഒരു സ്പായിൽ സംഭവമായിക്കോട്ടെ, ആ വിഷയത്തിലടക്കം കൃത്യമായി ഇടപെടുന്നു. ആ സ്പായിൽ പരിശോധന നടത്തുന്നു. ലൈസൻസ് ഇല്ല എന്നതിൻ്റെ പേരിൽ കൃത്യമായി നടപടിയെടുക്കുന്നു, സ്പാ പൂട്ടിക്കുന്നു. പക്ഷേ ഇപ്പോഴും, അതായത് ഈ ഒരു പരാതി ഉയർന്നതിനപ്പുറവും സ്ഥിരമായി ഈ ഭാഗങ്ങളിലായിക്കോട്ടെ, സ്പായിലായിക്കോട്ടെ, ഇവിടെയൊന്നും കൃത്യമായി നഗരസഭയുടെയോ പോലീസിൻ്റെയോ കൃത്യമായ ഒരു പരിശോധന നടക്കുന്നില്ല എന്നതും ഇത്തരം അനിഷ്ട സംഭവങ്ങൾക്ക് കാരണമാകുന്നു എന്നതും ഒരു വലിയൊരു വിഷയമായി നിലനിൽക്കുന്നുണ്ട്. ശരിക്കും ഒരു സ്ഥാപനം നടത്താനായിട്ട് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ലൈസൻസിൻ്റെ ആവശ്യവും അതുപോലെ തന്നെ കോർപ്പറേഷൻ്റെ പരിധിയിലാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ കോർപ്പറേഷൻ ലൈസൻസിൻ്റെ ആവശ്യവുമാണ് ആവശ്യം. അത് ഒരു നിയമപരമായിട്ടുള്ളൊരു പീരീഡ് ഉണ്ട്. ഇത്ര 1 ഇയർ അല്ലെങ്കിൽ 6 മന്ത്സിനകത്താണ് അത് അനുവദിക്കുക. ഇത് അനുവദിച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ പോലും പിന്നെ അദ്ദേഹത്തിന് അന്വേഷിച്ച് അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ എന്ത് നടക്കുന്നു എന്ന് അന്വേഷിച്ച് അങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല. വർഷാവർഷം കിട്ടുന്ന റിന്യൂവൽ ഫീസ് വാങ്ങിക്കുന്നു. ആ റിന്യൂവൽ ഫീസ് വാങ്ങിച്ച് വീണ്ടും പുതുക്കി കൊടുക്കുന്നു. പക്ഷേ ഒരു ദിവസം പോലും അവിടെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി എങ്ങനെയുണ്ട്, അവിടുത്തെ ഹൈജീൻ എങ്ങനെയുണ്ട്, അവിടെ ഡോക്ടർ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ആരുടെ ബേസിലാണ് ഈ സ്ഥാപനം നടത്തുന്നത്, അദ്ദേഹം അവിടെ വരാറുണ്ടോ, ഇതുപോലുള്ള ഒരു ക്രോസ് ചെക്കിംഗ് ഇല്ല. സംസ്ഥാനത്തുടനീളം നടക്കുന്ന ഇത്തരം സ്പാകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പല സ്ഥാപനങ്ങളിലും ലഹരി ഇടപാടുകളും ഇത്തരത്തിലുള്ള അനാശാസ്യ പ്രവർത്തനങ്ങളും ഗുണ്ടാ ഇടപാടുകളടക്കം നടക്കുന്നുണ്ട് എന്ന കാര്യം
പോലീസിനും മറ്റ് സേനാ വിഭാഗങ്ങൾക്കും കൃത്യമായി അറിയുന്ന കാര്യമാണ്. പക്ഷേ ഇത്തരത്തിലൊരു പരാതി ഉയരുമ്പോഴോ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്തോ മാത്രമാണ് പോലീസിൻ്റെയോ നഗരസഭയടക്കമുള്ള മറ്റ് വിഭാഗങ്ങളുടെയോ പരിശോധനയും മറ്റും നടക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഈ ഒരു പരിശോധന 1-2 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഈ ഒരു പരിശോധനയ്ക്ക് അപ്പുറത്തേക്ക് വീണ്ടും ഈ പ്രവർത്തനങ്ങൾ സ്വാഭാവികമായി ഈ നിയമവിരുദ്ധ രീതിയിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് നടക്കുന്നു എന്നുള്ളതാണ് പ്രധാന വസ്തുത. ഇതിനൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഇതിൽ, അതായത് തിരുവനന്തപുരത്തെ ഒരു കാര്യം എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്തെ പ്രധാന IT ഹബ്ബായിട്ടുള്ള കഴക്കൂട്ടമടക്കമുള്ള മേഖലകളിൽ നിരവധി സ്പാകൾ പ്രവർത്തിക്കുന്നുണ്ട്. അത് നിലവിൽ കേരളത്തിൽ നിലനിൽക്കുന്ന പല ഗൈഡ് ലൈനുകളും ഒപ്പം നഗരസഭയുടെ പല ലൈസൻസും കാര്യങ്ങളും പിന്തുടർന്നുകൊണ്ട് തന്നെയാണ് അവ പ്രവർത്തിക്കുന്നതും. ഇത്തരം മേഖലകളിൽ ഈ ഒരു ഉത്തരേന്ത്യയിൽ നടക്കമുള്ള പല ജീവനക്കാരും ആൾക്കാരും ജോലി ചെയ്യുന്ന ഈ ഭാഗങ്ങളിൽ സ്പാകൾ പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ്. പക്ഷേ ഇത്തരം സ്പാകളിലേക്ക് ചെല്ലുന്നവർ, അല്ലെങ്കിൽ ഈ ഒരു വെൽനസ് സ്പായിലുകളിലേക്കും മറ്റും മസാജിനും മറ്റുമായി ചെല്ലുന്നവരെയെല്ലാം ഈ ഒരു ചായ്വയോടെ അല്ലെങ്കിൽ ഒരു അനാശാസ്യ പ്രവർത്തനത്തിന് വേണ്ടിയാണ് അവിടേക്ക് എത്തുന്നത് എന്നൊരു പിക്ചർ ഇപ്പോൾ ഉള്ളൊരു അനിഷ്ട സംഭവങ്ങളും മേയറുടെ ഒരു പരാമർശവും അടക്കം കാരണമായിട്ടുണ്ട്. ആ ഒരു പിക്ചറിലേക്ക് ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് എത്തുന്നവരെ ചിത്രീകരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അത് മേയറുടെ മാത്രം ഒരു വിഷയമായിട്ട് മാത്രമല്ല, അല്ലാതെ ഈ ഒരു അനിഷ്ട സംഭവങ്ങളടക്കം ഇതിലടക്കം പ്രധാനമായി വരേണ്ടത് ഒരു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിന് വളരെ പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു സംസ്ഥാനവും സർക്കാരുമാണ് ഇപ്പോൾ ഉള്ളത്. അതിന് പ്രതികൂലമായി ഈ ഒരു പ്രശ്നവും ഇതിനൊപ്പം ഗവൺമെൻറ്റിൻ്റെ കൃത്യമായ ഒരു മാർഗ്ഗനിർദ്ദേശങ്ങൾ ഇല്ലാത്തതും കാരണമാകുന്നുണ്ട്. സെൻറ്റേഴ്സ്, ഈവൻ സ്പാ സെൻറ്റേഴ്സോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സെൻറ്റേഴ്സിനകത്തും പൈസയ്ക്ക് വേണ്ടി അനാശാസ്യം നടത്തി കഴിഞ്ഞാൽ ഇമ്മോറൽ ട്രാഫിക്കിൻ്റെ കീഴിൽ വരും. അത് 100% പോലീസിന് കേസെടുക്കാം, നഗരസഭയ്ക്ക് അതിന് ആ സെൻറ്റേഴ്സ് പൂട്ടിക്കാം. ഇതെല്ലാം അത് മാത്രമാണ് നിയമത്തിനകത്തൊരു കൺട്രോളായിട്ടുള്ളത്. ഒരു പൈസയ്ക്ക് വേണ്ടി മറ്റൊരാളെ ഉപയോഗിച്ച് ഒരു ബ്രോത്തൽ പോലത്തെ ഇൻസ്റ്റിറ്റ്യൂഷനാണ് അത് ഡിഫൈൻഡ് സിറ്റുവേഷനകത്ത് വരികയാണെങ്കിൽ അതിനെതിരെ 100% ഈ പറയുന്ന മേയർ പറഞ്ഞതുപോലെ ആ ഡെഫിനിഷനകത്ത് വരും. അതനുസരിച്ച് അവിടെ കേസെടുക്കാൻ പറ്റും. പക്ഷേ മേയർ പറഞ്ഞതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. അതിനൊരു മോറൽ സൈഡ് നോക്കുമ്പോൾ ഈ വെൽനസ് ട്രീറ്റ്മെൻറ്റ്സിന് പോകുന്ന എല്ലാ ആൾക്കാരും ഇത്തരത്തിലുള്ള സെൻറ്റേഴ്സിൽ പോകുന്നവരാണോ എന്നൊരു ചിത്രീകരണം വരാനുള്ളൊരു ചാൻസ് കാണുന്നുണ്ട്. കാരണം മര്യാദയ്ക്ക് ആയുർവേദ ട്രീറ്റ്മെൻറ്റിന് പകരം ഇത്രയും വർക്ക് ലോഡ് കഴിഞ്ഞ് ഇപ്പോൾ IT സെക്ടറിലെ ആൾക്കാരായിക്കോട്ടെ, വർക്ക് ലോഡ് കഴിഞ്ഞിട്ട് ബോഡി ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി മസാജ് സെൻറ്ററിലേക്ക് പോകുന്നവർ ഇതിൻ്റെ ഒരു കളറിൽ ആൾക്കാർ തെറ്റിദ്ധരിക്കപ്പെടുമോ എന്നൊരു സംശയം എനിക്കുണ്ട്. പണം നൽകിയുള്ള ലൈംഗിക ചൂഷണം അല്ലെങ്കിൽ അനാശാസ്യ പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളത് നിയമം മൂലം കേരളത്തിലും ഇന്ത്യയിലും അടക്കം കൃത്യമായി നിരോധിച്ചിട്ടുള്ളതാണ്. അത്തരം പരാതികൾ ഉയരുമ്പോൾ ഈ സ്പാകളിലടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് പരിശോധന നടത്തുകയും കേസെടുത്ത് മുന്നോട്ട് പോകാനുള്ള ഒരു നിയമ സംവിധാനം നിലനിൽക്കുന്നുണ്ടെങ്കിലും അതിനപ്പുറത്തേക്ക് ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളിലും സ്പാകൾക്കും നിയന്ത്രണമില്ല എന്നുള്ളത് വളരെ വലിയ വസ്തുതയാണ്. ഇതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും സർക്കാരിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും കാലങ്ങളായുള്ള പരിഗണനയിലാണ്. അതിൽ കൃത്യമായൊരു ചട്ടം കൊണ്ടുവരിക, ഈ ഒരു ബിസിനസ് ഇവിടെ തന്നെ നിലനിർത്തിക്കൊണ്ടുപോവുക, അതിനൊപ്പം തന്നെ ആൻറ്റി സോഷ്യലായിട്ടുള്ള പല കാര്യങ്ങളിലും കൃത്യമായ പ്രതിരോധവും ഒപ്പം തന്നെ പോലീസിൻ്റെ അടക്കം പരിശോധനയും ഉണ്ടായാൽ മാത്രമേ ഈ വ്യവസായം മുന്നോട്ട് പോവുകയുള്ളൂ. അതിനൊപ്പം തന്നെ ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയാൻ കഴിയുകയുള്ളൂ. ക്യാമറാമാൻ അരുണിനോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം. യെസ്, സ്പാ സെൻ്ററുകൾ കേരളത്തിൽ വ്യാപകമാണ്. അതിൽ പലതും ലൈസൻസ് ഇല്ലാത്ത, അതോടൊപ്പം തന്നെ നിയമ സംവിധാനങ്ങൾ വെല്ലുവിളിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അവിടെയാണ് ഈ അനാശാസ്യ പ്രവർത്തനങ്ങളും ഒപ്പം ലഹരി ഇടപാടുകളും ഒക്കെ നടക്കുന്നത്. അതേസമയം സ്പാകൾ എന്നത് മാറുന്ന ജീവിതത്തിൽ അനിവാര്യമായി മാറുന്ന ഒന്നായി ഇപ്പോൾ നമുക്ക് വിലയിരുത്തേണ്ടതായി വരും. കാരണം നമ്മുടെ തൊഴിൽ രീതികളിൽ വലിയ മാറ്റം ഉണ്ടാകുന്നു. രാത്രിയും പകലുമൊക്കെ തൊഴിൽ ചെയ്യുന്ന ആളുകളാണ്. അവർക്ക് നിരവധിയായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിൽ നിന്നൊക്കെ ഒരു ശമനം എന്നതിന് സാധ്യമാകുന്ന ഇടങ്ങൾ ആണ് സ്പാകൾ. അത് ശാസ്ത്രീയമായ തരത്തിൽ തന്നെ പ്രവർത്തിപ്പിക്കുന്ന നിരവധി ആളുകളുണ്ട്. ഒരു വലിയ തൊഴിൽ മേഖല കൂടിയാണ്. അവർക്കെല്ലാം നാണക്കേടായി മാറുകയാണ് ഇത്തരത്തിലുള്ള ലൈസൻസ് ഇല്ലാതെ, കൃത്യമായ രേഖകൾ ഇല്ലാതെ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സ്പാകൾ. അതുകൊണ്ട് തന്നെ അതിന് കൃത്യമായ പരിശോധനകൾ ഉണ്ടാകേണ്ടതുണ്ട്. അതിലൂടെ യഥാർത്ഥ സ്പാകൾക്ക് കൂടുതൽ വരുമാനവും ഉണ്ടാകും. അതിന് കൂടുതൽ, നേരത്തെ ഞങ്ങളുടെ റിപ്പോർട്ടർ സാരംഗ് തന്നെ സൂചിപ്പിക്കുന്ന പോലെ, സ്പാകളിൽ പോകുന്നത് പോലും അനാശാസ്യ പ്രവർത്തിക്കാണ് എന്ന ഒരു പൊതുധാരണയിലേക്ക് സമൂഹത്തെ എത്തിക്കുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് തിരുത്തപ്പെടുകയാണ് വേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.